ഇപ്പോൾ മണ്ഡലത്തിലൊരു 1.5 അല്ലെങ്കിൽ 2 മാസക്കാലത്ത് പ്രചാരണം പരിശോധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ താരപ്രചാരകരാരും മണ്ഡലത്തിൽ എത്തിയിട്ടില്ല, വലിയ ഇവൻറ്റുകളൊന്നും സംഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ UDF ക്യാമ്പിൻ്റെ ഈ ഒരു ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിശോധിക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഹൈബി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ പ്രചരണം വരുന്നു, ഹൈബി വർക്കുകൾ ആരംഭിക്കുന്നു. ഏത് എക്സിറ്റ് പോളുകൾ പരിശോധിച്ച് നോക്കിയാലും സർവേകൾ പരിശോധിച്ചാലൊക്കെ UDFനെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസമുള്ള മണ്ഡലമായിട്ട് ഈ എറണാകുളമുണ്ട്. അപ്പോൾ ഒരു സിറ്റിംഗ് MP എന്ന നിലയ്ക്ക് അത് എത്രത്തോളം നോക്കിക്കാണാം? നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഉള്ളത് 5 വർഷം മണ്ഡലത്തിലെ പ്രസൻസ്, 5 വർഷം മണ്ഡലത്തിൽ ഉടനീളം നമ്മുടെ പ്രസൻസ് അറിയിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രത്യേകിച്ച് UDFന് മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ ക്യാമ്പയിൻ്റെ ഒരു ഘട്ടത്തിലും ഇപ്പോൾ അമിതമായ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടൊന്നും അല്ല ഞങ്ങൾ താരപ്രചാരകരെ കൊണ്ടുവരാഞ്ഞത്. ഈ താരപ്രചാരകരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാർ ക്യാമ്പയിനർ വരുമ്പോൾ നമ്മളുടെ മണ്ഡലത്തിലെ മുഴുവൻ എഫേർട്ട് അതിലേക്ക് മാറ്റണം. നമ്മുടെ ഒരു ഏർബൻ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കൂടുതലും. അപ്പം നമ്മളുടെ പ്രവർത്തകരെ ബൂത്ത് തലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിൻവലിച്ച് അവരെ കൂടുതൽ അവരുടെ എനർജിയും പണവും എല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രചാരകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പല ആളുകളും. അവരൊക്കെ 2-3 ലക്ഷം ആളുകൾ അഭിസംബോധന ചെയ്ത ആളുകളാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന എഫേർട്ടും നമ്മളുടെ എൻറ്റയർ എലക്ഷൻ സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കൂടി അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ആളുകളും കുറേ കൂടി അതിനാവശ്യമുള്ള ആളുകളും കുറേ കൂടി നല്ല മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലും അത് വരണം. നമ്മളുടെ റുട്ടീൻ റെഗുലർ വർക്കായിട്ട് പോകുക എന്നുള്ളത്, ഗ്രൗണ്ടിലുള്ള വർക്കുകൾ തന്നെ ആക്കാന്നല്ലേ അതായിരുന്നു ഞങ്ങളുടെ ഫോക്കസ് ഉണ്ടായിട്ടുള്ളത്.